നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടെഹ്റാനിലേക്കുള്ള ആക്രമണം അത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സംഭവിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കയ്യിലെടുക്കാവുന്നതൊക്കെ തന്നെ എടുത്തുകൊണ്ട് ആ നഗരം വിട്ടൊഴിയുമെന്നാണ് നെതന്യാഹുവിന്റെ ആഹ്വാനം. എന്നാൽ ഈ സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങളെയും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ പടയൊരുക്കം നടത്താനായി ഖമനേയി നടത്തിയ തന്ത്രങ്ങളൊക്കെ തന്നെ മറുഭാഗത്ത് തകർന്നടിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി കണ്ട രണ്ടു പേരിൽ ഒരാൾ അവസാന നിമിഷം കാലുവാരിയിരിക്കുന്നു. ഈ യുദ്ധം അത് നിങ്ങൾ തമ്മിലാണുള്ളത്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നാൽ മാത്രമേ ഞങ്ങൾ ആയുധമെടുക്കൂ എന്ന് പറഞ്ഞ് അവസാനം പാകിസ്ഥാനും കാലുവാരുകയാണ്. ഇന്ന് രാത്രി താണ്ടാനായി ഖമനേയിക്കോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ സാധിക്കില്ല എന്ന് ഇസ്രയേലും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 4-ാം ദിവസം വീണ്ടും രൂക്ഷമായി തന്നെ തുടരുന്നു. ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാന്റെ വ്യോമ പരിധി പൂർണ്ണമായും തങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഇസ്രയേൽ പറഞ്ഞത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ്. അതിന് പിറകെ തന്നെ ജനങ്ങളോട് എത്രയും വേഗം അവിടെ നിന്നും ഓടിപ്പൊയ്ക്കൊള്ളൂ എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വ്യോമ പരിധിയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും പറയുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തന്നെ തകർത്തുകൊണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങളെ ഒക്കെ തന്നെ തകർക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രയേൽ സേന മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 1/3 പ്രതിരോധ സേന തകർത്ത് കഴിഞ്ഞുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. 1/3 മിസൈൽ ലോഞ്ചർ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ 50% വിള്ളൽ വീഴ്ത്തി എന്നുള്ളതാണ്. ബാക്കിയുള്ളവ തകർക്കുക എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് നിഷ്പ്രയാസം തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. തൊട്ടു പിറകെ ഒട്ടും തന്നെ വൈകാതെ ടെഹ്റാനുമേൽ ഇസ്രയേൽ തീമഴ പെയ്യിക്കുമെന്നാണ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങളുടെ ജീവൻ കരുതി നിങ്ങൾ അവിടെ നിന്നും വളരെ വേഗം ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം. ടെഹ്റാന് മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രയേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണെന്നും നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉടനടി ഞങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതിന് മുതിരുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ടെഹ്റാനിലെ സാധാരണ ജനങ്ങളോട്, പാവപ്പെട്ടവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ദയവായി അവിടെ നിന്നും ഒഴിഞ്ഞു പോകൂ എന്ന്. തൊട്ടുപിറകെ ഞങ്ങൾ ആക്രമിക്കുമെന്നും നെതന്യാഹു തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി ടെൽനോഫിലെ വ്യോമതാവളത്തിൽ വെച്ച് ഉറക്കെ പറയുകയാണ്. സംഘർഷത്തിനിടയിൽ ഏത് ആക്രമണത്തിനെതിരെയും ഒന്നിച്ച് പ്രതിരോധിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഈ യുദ്ധത്തിൽ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹമാസ് ചെയ്തത് എന്താണോ അത്തരത്തിലൊരു സൂയിസൈഡ് ബോംബിംഗ് ആണോ ഇവിടെ ഇറാന്റെ പ്രസിഡന്റും തയ്യാറെടുക്കുന്നത് എന്നുള്ള സംശയം പലരും ചോദിക്കുന്നുണ്ട്. മറുഭാഗത്ത് ജനങ്ങളെ ഒരു മനുഷ്യ കവചമായി നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെതിരെ പടപൊരുതാനാണോ തയ്യാറെടുക്കുന്നത് എന്നും ഏവരും ചോദിക്കുന്നു. ഒരു യുദ്ധസമാനമായ സാഹചര്യം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവാക്യുവേഷൻ ആണ്, അതായത് ജനങ്ങളെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആക്രമണകാരികളല്ല, ഇന്ന് എന്നത്തെക്കാളും കെട്ടുറപ്പും ഐക്യവും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മിസൈലുകൾ വന്നാലും ബോംബുകൾ വന്നാലും വെടിയുണ്ട വന്നാലും ഇറാനിലെ എല്ലാ ജനങ്ങളും കൈകോർത്ത് ഈ ആക്രമണത്തിനെതിരെ ഉറച്ചു നിൽക്കണമെന്നാണ് തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുൻനിരയിൽ നിർത്തേണ്ട സൈനികരെ പിന്നോട്ട് വലിച്ചുകൊണ്ട് ജനങ്ങളെ മുന്നിട്ടിറങ്ങാനാണ് ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മനുഷ്യക്കുരുതി നടത്താൻ ഇറാൻ തന്നെ തയ്യാറെടുക്കുന്നു എന്ന ചോദ്യം പലരും ഇതിനോടകം തന്നെ ചോദിക്കുകയാണ്. ഇറാന്റെ നയതന്ത്രത്തിന് ഒരു അവസരം നൽകുകയും ചർച്ചകൾക്കും സംഭാഷണങ്ങൾക്കും വഴി തുറക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊലപാതകത്തിലൂടെയും ഭീകരതയിലൂടെയും ശത്രുവിന് ഇറാനെയും ഇവിടുത്തെ ജനങ്ങളെയും നശിപ്പിക്കാൻ ഒരു കാലത്തും കഴിയില്ലെന്നും ഓരോ ആക്രമണത്തിന് ശേഷവും പതാക ഏറ്റെടുത്തുകൊണ്ട് ഈ പാത മുന്നോട്ട് കൊണ്ടുപോകാൻ 100 കണക്കിന് പോരാളികളാണ് തങ്ങളുടെ പക്കലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കാനോ പ്രയോഗിക്കാനോ തങ്ങളുടെ രാജ്യം ശ്രമിക്കുന്നില്ല. എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ആണവോർജത്തിൽ നിന്നും ഗവേഷണത്തിൽ നിന്നും പ്രയോജനം നേടാനുള്ള അവകാശത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അതിനെ അവഹേളിക്കാനോ അതിനെ പിന്തിരിപ്പിക്കാനോ ഒരു രാജ്യത്തിനും കഴിവില്ലെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇറാനൊപ്പം തന്നെ പാകിസ്ഥാൻ ഉണ്ടാകുമെന്നും ഇസ്രയേൽ ഒരു ആണവായുധ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പാകിസ്ഥാൻ തങ്ങളുടെ പക്ഷത്ത് അണിചേർന്നുകൊണ്ട് മറുപടി നൽകുമെന്ന് ഇറാൻ നേതാക്കൾ തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്നാൽ അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് തന്നെ നൽകുകയാണ്. ഇറാനെ സംബന്ധിച്ച്
ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടിയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ചെകുത്താനും കടലിലും നടുക്ക് അകപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുത്ത് മുന്നിട്ട് വന്ന് അവസാനം തലങ്ങും വിലങ്ങും അടിയേറ്റുകൊണ്ട് ഒടുവിൽ 3-ാം ദിവസം യുദ്ധം വേണ്ട എന്ന് കരഞ്ഞു വിളിച്ച് സമാധാന നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടിയുള്ള ആഹ്വാനം നടത്തി വെടിനിർത്തലുമായി പിന്നോട്ടോടിയിരിക്കുന്ന പാകിസ്ഥാൻ ഇനി വീണ്ടും ഒരു കുഴിയിലെടുത്ത് ചാടുമെന്ന് ഒരിക്കലും ആരും തന്നെ കരുതേണ്ടതില്ല. പാകിസ്ഥാൻ അത്തരത്തിൽ ഒരു ഉറപ്പും ആർക്കും കൊടുത്തിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി എക്സ് പോസ്റ്റിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ആണവശക്തി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകാനും ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണുള്ളത്. അതല്ലാതെ മറ്റൊരു രാജ്യത്തിനെതിരെ അനാവശ്യമായി എടുത്ത് ഉപയോഗിക്കില്ല എന്ന് ഖ്വാജ ആസിഫ് തന്നെ പറയുന്നു. ഇസ്രയേൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഞങ്ങൾ അയൽ രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ആധിപത്യ നയങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിലൂടെ ഇറാനുമേൽ ഇസ്രയേൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും തങ്ങൾ അനങ്ങില്ല എന്നുള്ള സൂചന നൽകുന്നു. ഇസ്രയേലിന്റെ ആണവശക്തിയിൽ ലോകരാജ്യങ്ങൾ ഭയപ്പെടണം. അത് രാജ്യാന്തര ആണവ നിയമങ്ങൾ പാലിക്കുന്നവയല്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ഒരു ആണവാക്രമണത്തിന് മുതിർന്നാൽ പാകിസ്ഥാൻ ഇറാനെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ഒരു ദേശീയ ചാനലിന് അഭിമുഖം നൽകുന്ന വേളയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡറും ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായിട്ടുള്ള ജനറൽ മോഹ്സൻ റിസൈ പറഞ്ഞത്. എന്നാൽ ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന നിലപാടാണ് പാകിസ്ഥാന്റെ തന്നെ പ്രതിരോധ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ആണവായുധവുമായി ഇറാനെ ആക്രമിച്ചാൽ അവർക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചതായി റിസൈ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും അതൊക്കെ തന്നെ വെറും കളവായിരുന്നു എന്ന് തെളിയിക്കുന്ന സൂചനകളാണ് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും മറുഭാഗത്ത് പാകിസ്ഥാനിൽ ഇറാനുള്ള അനുകൂല പിന്തുണ നൽകുന്ന ചില രീതികൾ കാണാൻ ഇടയായിരുന്നു. പ്രകടമായ ചില കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ റാലി അടക്കമുള്ള ആർക്കും ഉപദ്രവപരമല്ലാത്ത വിഷയങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോർ നഗരത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെയും റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെയും 100 കണക്കിന് പിന്തുണക്കാരാണ് ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലിയിൽ പങ്കെടുത്തതായി ഇറാന്റെ തന്നെ ഔദ്യോഗിക മാധ്യമമായ ഇർന റിപ്പോർട്ട് ചെയ്തത്. റാലിയിൽ പങ്കെടുത്തവർ ഇറാനെതിരായ ഇസ്രയേലി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ശക്തമായി തന്നെ മുദ്രാവാക്യം വിളിക്കുന്നതും കേൾക്കാൻ സാധിക്കും. ഇസ്രയേലിന് മരണം, അമേരിക്കയ്ക്ക് മരണം എന്നീ മുദ്രാവാക്യങ്ങളാണ് ഞായറാഴ്ച വൈകുന്നേരം പ്രതിഷേധക്കാർ മുഴക്കിക്കൊണ്ട് റാലി നടത്തിയത്. പാക് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ നിന്നും അമേരിക്കൻ കോൺസുലേറ്റ് ജനറലിലേക്കാണ് ഈ ജാഥ മുന്നോട്ട് കൊണ്ടുപോയത്. ഇറാൻ, പാകിസ്ഥാൻ, റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയുടെ പതാകകളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെ ചിത്രങ്ങളുമൊക്കെ ഈ പ്രതിഷേധക്കാർ കയ്യിലേന്തിക്കൊണ്ടായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇസ്രയേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ കൂട്ടായ നടപടി സ്വീകരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഞായറാഴ്ച ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ മുൻപാകെയാണ് ഇറാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷെ അതൊന്നും തന്നെ എത്രത്തോളം വില പോകുമെന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.